പെസഹ ദുഃഖവെള്ളി ദിവസങ്ങൾ അവധിയാണ്. പക്ഷേ ഈ അവധി ദിവസങ്ങളിലും വില്ലേജ് ഓഫീസ് തുറക്കണമെന്നൊരു വിചിത്ര ഉത്തരവിട്ടിരിക്കുകയാണ് തലശ്ശേരി തഹസിൽദാർ. നികുതി പിരിക്കാൻ വേണ്ടിയാണ് അവധി ദിനങ്ങൾ പ്രവൃത്തി ദിവസമാക്കിയത്. പരമാവധി കുടിശ്ശികക്കാരെ നേരിൽ കണ്ട് നികുതി പിരിക്കാനും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ടർ ബ്രേക്കിംഗ് സിനോജ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സിനോജ് തോമസ്, സാധാരണ രീതിയിൽ ഇങ്ങനൊരു ഉത്തരവ് പതിവില്ലാത്തതാണ്. മാത്രമല്ല ക്രിസ്ത്യൻ സമുദായാംഗങ്ങളൊക്കെയുള്ള ഒരു പ്രദേശമാണ് ഇവിടെ തലശ്ശേരി തഹസിൽദാർ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവിട്ടത്? നികുതി പിരിക്കാൻ അവധി ദിവസങ്ങൾ തടസ്സമാവുന്നത് കൊണ്ട് പെസഹ, ഈസ്റ്റർ അല്ലെങ്കിൽ ഈ ദുഃഖവെള്ളി ദിവസങ്ങളിൽ വില്ലേജ് ഓഫീസറും ഉദ്യോഗസ്ഥരുമൊക്കെ എത്തണമെന്നാണോ സർക്കുലർ പറയുന്നത്? പ്രതിഷേധമുണ്ടോ ഈ വിചിത്ര ഉത്തരവിനെതിരെ? അരുൺകുമാർ, തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. അങ്ങനെയാണ് ഈ ഉത്തരവ് പുറത്തേക്ക് വരുന്നത് തന്നെ. ഈ തലശ്ശേരി താലൂക്കിലെ 35 വില്ലേജ് ഓഫീസുകളും നാളെയും മറ്റന്നാളും, അതായത് പെസഹ, വ്യാഴം, ദുഃഖവെള്ളി 2 ദിവസങ്ങളും സർക്കാർ പൊതു അവധിയെ പ്രഖ്യാപിക്കുകയും സർക്കാർ ഓഫീസുകൾക്ക് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എല്ലാ വർഷങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇക്കുറി തലശ്ശേരി തഹസിൽദാർ CP മണി ഒരു ഉത്തരവിറക്കിയിരിക്കുന്നു. എല്ലാ വില്ലേജ് ഓഫീസുകളും ഈ ദിവസങ്ങൾ തുറന്ന് പ്രവർത്തിക്കണം. അതായത് ഇനി സാമ്പത്തിക വർഷം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് പരമാവധി നികുതി പിരിച്ചെടുക്കണം. ഈ സാമ്പത്തിക വർഷത്തെ നികുതി പിരിച്ചെടുക്കണം. അതുകൊണ്ട് ഉദ്യോഗസ്ഥർ ഹാജരായി വില്ലേജ് ഓഫീസ് തുറന്ന് ഈ കുടിശ്ശിക വരുത്തിയിരിക്കുന്ന ആളുകളെ പരമാവധി നേരിട്ട് കണ്ട് നികുതി പിരിക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ ഉദ്യോഗസ്ഥർ 2-3 സംശയങ്ങൾ ഉന്നയിക്കുന്നു. അതായത് ഒരു പൊതു അവധി ദിവസം പ്രവൃത്തി ദിവസമാക്കണമെങ്കിൽ അതിനുള്ള അധികാരം തഹസിൽദാർക്കുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ജില്ലാ കളക്ടർ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി ഇവരാണ് സാധാരണ ഉത്തരവിറക്കാറുള്ളത്. അതും ഈ പെസഹ, വ്യാഴം, ദുഃഖവെള്ളി 2 ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാക്കാനുള്ള അധികാരം ഈ തഹസിൽദാർക്കുണ്ടോ എന്നാണ് ജീവനക്കാർ ചോദിക്കുന്നത്. മറ്റൊരു അസൗകര്യം ചൂണ്ടിക്കാട്ടുന്നത് ഈ പല ജില്ലകളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്ന ജീവനക്കാരാണ് ഈ വില്ലേജ് ഓഫീസിലുള്ളത്. അവർ പൊതു അവധി ആയതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി ടിക്കറ്റുകളൊക്കെ തന്നെ എടുത്തു വെച്ചിരുന്നു. അതും ക്യാൻസൽ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ തഹസിൽദാരുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് 100% നികുതി പിരിക്കലാണ് ലക്ഷ്യം. പക്ഷേ 70% പോലും നികുതി പിരിക്കാത്ത വില്ലേജ് ഓഫീസുകൾ തലശ്ശേരിയിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉത്തരവ് നൽകിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അങ്ങനെ 100% നികുതി പിരിക്കുന്ന വില്ലേജ് ഓഫീസുകൾക്ക് നാളെ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ പറയുന്നു ഈ നികുതി പിരിവൊക്കെ തന്നെ ഓൺലൈനാണ്. അത് ഓഫീസ് തുറന്നില്ലെങ്കിലും ഫോണിലൂടെ വിളിച്ച് ചോദിച്ച് ഓൺലൈനായിട്ട് നികുതിയൊക്കെ തന്നെ അടയ്ക്കാൻ പറ്റുന്നതാണ്. കാരണം കെട്ടിട നികുതി എന്ന് പറയുന്നത് ഒറ്റത്തവണ നികുതിയാണ് വില്ലേജ് ഓഫീസിൽ. സാധാരണ ഭൂനികുതിയാണ് ഏറ്റവും കൂടുതൽ അടയ്ക്കാറുള്ളത്. കെട്ടിട നികുതി ഒറ്റത്തവണയാണ് അടയ്ക്കാറുള്ളത്. ആഡംബര നികുതിയാണ് വാർഷികമായിട്ട് അടയ്ക്കാറുള്ളത്. ആഡംബര നികുതിയും കുറവായിരിക്കും ഓരോ വില്ലേജ് ഓഫീസിലുള്ളത്. അത് ഫോണിലൂടെ വിളിച്ച് വേണമെങ്കിൽ അത് ഓൺലൈനായിട്ട് അടയ്ക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ തലശ്ശേരി തഹസിൽദാർ CP മണി പറയുന്നു നാളെ മറ്റന്നാൾ ഓഫീസ് തുറന്ന് പ്രവർത്തിച്ച് പരമാവധി കുടിശ്ശിക വരുത്തിയ ആളുകളെ നേരിട്ട് കണ്ട് നികുതി പിരിക്കണമെന്നാണ് ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഇതുമായി സഹകരിക്കണോ എന്ന് വേണ്ട കാര്യത്തിൽ ആലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരുൺകുമാർ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തലശ്ശേരിയിൽ നിന്ന് വിചിത്ര ഉത്തരവുമായി തഹസിൽദാർ എത്തിയിരിക്കുന്നു. ഈ വെള്ളിയാഴ്ചയും, അതായത് ദുഃഖവെള്ളിയും പെസഹ വ്യാഴവും പ്രവൃത്തി ദിവസമായിരിക്കണം എന്നാണ് സർക്കുലറിൽ പറയുന്നത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് വലിയ എതിർപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നു.